അധർമ്മം മോചിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ 32 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം ആരാണ് യഥാർത്ഥമായിരിക്കുന്ന ഭാഗ്യവാൻ? നോക്കുവിന്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇത് ദാവീദ് എഴുതി വെച്ചതിന്റെ കാര്യം, ദാവീദ് ഇടയനായിരുന്നു, ആർക്കാരും വേണ്ടാത്തവനായിരുന്നു. സ്വന്തം സഹോദരന്മാരോ സ്വന്തം അപ്പനോ തന്നെ ബഹുമാനിച്ചിരുന്നില്ല. അവൻ കിന്നരം വായിച്ച് ആടിനെ തീറ്റിച്ച് വനാന്തരങ്ങൾ കൂടെ നടക്കുമ്പോഴും ദൈവം ശമൂവേൽ മുഖാന്തരം ഇവനെ വിളിച്ച് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവായിട്ട് അവനെ നിയമിച്ചു. പക്ഷെ ആ രാജാവായിട്ട് തീർന്നും പറയുകയാണ്, യഥാർത്ഥമായിരിക്കുന്ന എന്റെ ഭാഗ്യം ഇസ്രായേലിന്റെ രാജ്യത്വമല്ല, പിന്നെയോ എൻ്റെ പാപം മറിച്ച് കിട്ടുക, എൻ്റെ അധർമ്മങ്ങൾ മാഞ്ഞു പോവുക. ഇത്രത്തോളം ഭാഗ്യം ലോകത്തിൽ നിന്നില്ല. കാരണം എൻ്റെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. എന്നിട്ട് ഭാഗ്യവാൻ, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനോ കൂടിയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായിട്ട് കണക്കിട്ടു. താഴോട്ട് വായിക്കട്ടെ. അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. അങ്ങനെ കണക്കിട്ടത് പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവൻ ലഭിച്ചു. അപ്പോൾ നോക്കുവിന്, ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവൻ പരിച്ഛേദന ഏറ്റിട്ടില്ല. ഈ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ അടയാളമാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവൻ വിശ്വസിച്ചത് വഴി അവൻ വിശ്വാസിയാണെന്നുള്ള തെളിവിന് വേണ്ടിയിട്ട് പരിച്ഛേദന കൊടുത്തതേ ഉള്ളൂ. എന്നാൽ പിന്നെ ഈ പരിച്ഛേദന ഇങ്ങോട്ട് വന്നപ്പോൾ വിശ്വാസമൊന്നും വേണ്ട, അതൊരു ചടങ്ങ്, അതൊരു ആചാരമായി പോയി. യഹൂദന്മാരുടെ ആചാരം, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 8 ദിവസമാകുമ്പോൾ അവര് പരിച്ഛേദന എടുക്കണം നിയമത്തിലേക്ക് വന്നു. പക്ഷെ അവര് അബ്രഹാമിനെ പോലെ വിശ്വസിച്ചുവോ? ഇല്ല. അപ്പോൾ വിശ്വാസത്തലത്തിൽ നീതീകരണം അഗ്രചർമ്മത്തിലല്ല, പരിച്ഛേദനയിലല്ല, പിന്നെ ന്യായപ്രമാണത്തിലുമല്ല. എല്ലാവരെയും ദൈവം വിശ്വാസത്തല നീതീകരിച്ചത്. എന്നാൽ അവർക്ക് ദൈവം ഈ ന്യായപ്രമാണം കൊടുത്തതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നീ പാപിയാണെന്ന് ഉറപ്പിക്കണം. നീ അഗ്രചർമ്മം ഛേദിച്ചവനാണെങ്കിലും ശരി, നിനക്ക് പാപമുണ്ട്, നിനക്ക് മരണശിക്ഷയുണ്ട്. പക്ഷെ ആ മരണശിക്ഷ മാറണമെങ്കിൽ എൻ്റെ പുത്രനിൽ നിങ്ങൾ, അതായത് ഞാൻ യഹൂദനാണ്, അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് ആർക്കും രക്ഷയില്ല. വിശ്വസിക്കണം. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ആർക്കും രക്ഷയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നിട്ടല്ലാതെ പാപമോചനമില്ല.